സംസ്ഥാനത്തെ വാഹന ഉടമകൾക്ക് വലിയ ആശ്വാസമായി സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. വിവിധ ഗതാഗത നിയമലംഘനങ്ങളുടെ പേരിൽ കുമിഞ്ഞുകൂടിയ ട്രാഫിക് പിഴകൾ പകുതി തുക നൽകി തീർപ്പാക്കാൻ 50% ഇളവിന് അവസരമൊരുങ്ങുന്നു എന്നതാണ് ആ ആശ്വാസ വാർത്ത. കാലങ്ങളായി അടയ്ക്കാതെ കിടക്കുന്ന പിഴത്തുകകൾ ഈടാക്കുന്നതിനും കോടതികളിലെ കേസുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനുമായാണ് ആഭ്യന്തര വകുപ്പ് ഇത്തരമൊരു പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. AI ക്യാമറകൾ വഴിയും ട്രാഫിക് പോലീസിന്റെ നേരിട്ടുള്ള പരിശോധനകൾ വഴിയും ചുമത്തപ്പെട്ട പിഴകൾക്ക് ഈ ഇളവ് ബാധകമായിരിക്കും. അമിത വേഗത, ഹെൽമറ്റ് ധരിക്കാതിരിക്കുക, സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുക, സിഗ്നൽ ലംഘനം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് ലഭിച്ച ചെല്ലാനുകൾ പകുതി തുകയടച്ച് അവസാനിപ്പിക്കാം. എന്നാൽ മദ്യപിച്ച് വാഹനം ഓടിക്കുകയോ മാരകമായ അപകടങ്ങൾ വരുത്തുകയോ ചെയ്ത കേസുകൾക്ക് ഈ ഇളവ് ബാധകമാകില്ല. വാഹന ഉടമകൾക്ക് ഓൺലൈൻ സംവിധാനങ്ങൾ വഴിയോ നിശ്ചയിക്കപ്പെട്ട അദാലത്തുകൾ വഴിയോ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താം. കേരള പോലീസിന്റെ ഈ ചലാൻ പോർട്ടൽ വഴി ലോഗിൻ ചെയ്താൽ നിലവിൽ അടയ്ക്കാനുള്ള പിഴത്തുക എത്രയാണെന്നും അതിൽ ലഭിക്കുന്ന ഇളവ് എത്രയാണെന്നും വ്യക്തമാകും. നിശ്ചിത സമയപരിധിക്കുള്ളിൽ തുക അടയ്ക്കുന്നവർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കൂ. സംസ്ഥാനത്ത് AI ക്യാമറകൾ സ്ഥാപിച്ചതിനു ശേഷം പിഴ തുകയൊടുക്കുന്നതിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ സർക്കാരിലേക്ക് ലഭിക്കാനുള്ളത്. കൂടാതെ പിഴയടയ്ക്കാത്തത് മൂലം ആയിരക്കണക്കിന് കേസുകളാണ് വെർച്വൽ കോടതികളിലേക്ക് കൈമാറുന്നത്. ഇത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് വലിയ ഭാരമായി മാറുന്നുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്താണ് വൺ ടൈം സെറ്റിൽമെന്റ് എന്ന നിലയിൽ പിഴയിൽ 50% ഇളവ് നൽകാൻ തീരുമാനിച്ചത്. വാഹനങ്ങളുടെ ഇൻഷുറൻസ് പുതുക്കുന്നതിനും ഉടമസ്ഥാവകാശം മാറ്റുന്നതിനും നിലവിലുള്ള പിഴകൾ തടസ്സമാകാറുണ്ട്. സർക്കാരിന്റെ ഈ ബമ്പർ സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിലൂടെ വാഹന ഉടമകൾക്ക് നിയമപരമായി കുരുക്കുകളിൽ നിന്ന് കുറഞ്ഞ ചെലവിൽ രക്ഷപ്പെടാൻ പറ്റും. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ഗതാഗത വകുപ്പ് പുറത്തിറക്കും. ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് ഇന്നലെ പുറത്തിറങ്ങി. 30/12/2024 മുൻപ് ചുമത്തിയിട്ടുള്ള ചെല്ലാനുകൾക്ക് മാത്രമായിരിക്കും ഈ ഇളവ് ലഭിക്കുക. ഇളവ് ലഭിക്കണമെങ്കിൽ 30/4/2026 പിഴത്തുക അടച്ചു തീർക്കണം. വർഷങ്ങളായി അടച്ചു തീർക്കാത്ത പിഴകൾ മൂലം വാഹനങ്ങളുടെ ഫിറ്റ്നസ്, RC പുതുക്കൽ, ഉടമസ്ഥാവകാശ കൈമാറ്റം എന്നിവ തടസ്സപ്പെട്ടിരുന്നവർക്ക് ഈ പുതിയ ഉത്തരവ് വലിയ സഹായകമാകും. സാധാരണയായി ട്രാഫിക് പിഴകൾ ചുമത്തുമ്പോൾ പലരും അതിനെ ചെറിയ കാര്യമെന്ന നിലയിൽ അവഗണിക്കാറുണ്ട്. എന്നാൽ കാലക്രമേണ ഇത്തരം പിഴകൾ കെട്ടിക്കിടക്കുമ്പോൾ അത് വാഹന ഉടമകൾക്കും നിയമവ്യവസ്ഥയ്ക്കും വലിയ ഭാരമായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സർക്കാർ ഇപ്പോൾ നൽകുന്ന ഈ ഇളവ് അവസരം മാത്രമല്ല, ഗതാഗത നിയമങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിനുള്ള അവസരവുമാണ്. വാഹനങ്ങൾ റോഡിലിറങ്ങുമ്പോൾ ഓരോ ഡ്രൈവർക്കും ബാധ്യതയുള്ളത് നിയമങ്ങൾ പാലിക്കുന്നതും മറ്റ് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമാണ്. ഹെൽമറ്റ് ധരിക്കൽ, സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കൽ, സിഗ്നൽ പാലിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പിഴ ഒഴിവാക്കാൻ വേണ്ടിയുള്ളത് മാത്രമല്ല, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന ബോധം സമൂഹത്തിൽ ശക്തമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ നൽകിയിരിക്കുന്ന ഈ വൺ ടൈം സെറ്റിൽമെന്റ് അവസരം ഉപയോഗപ്പെടുത്തി പഴയ പിഴകൾ തീർപ്പാക്കുന്നതിനോടൊപ്പം ഇനി മുതൽ ഗതാഗത നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന ഒരു ഉത്തരവാദിത്തമുള്ള ഡ്രൈവിംഗ് സംസ്കാരം രൂപപ്പെടുത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.